അപ്പോൾ ഗുഡ് മോർണിംഗ്. നല്ല പെരുമഴയായിരുന്നു ഇത്രയും നേരം. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. എല്ലാവിടെയും നല്ല മഴയാണ്. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെ അത്രയും മഴ തോന്നിയില്ല. മഴ പെയ്യണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നിന്നു. നമ്മളിവിടെ കുറവാ. കോഴിക്കോട് സൈഡിലൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞു. അതന്നെ. അപ്പൊ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? മഴവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പറയണേ. എന്തേ അത്ര സ്മെല്ലുണ്ടോ? അതിങ്ങനെ എപ്പോഴെപ്പോഴും യൂസ് ചെയ്തിട്ടാ. അപ്പൊ സനേട്ടൻ എന്തേ ആലപ്പുഴ പോവാണ് കൃപാസനത്തിലേക്ക്. എല്ലാ 1-ാം തീയതിയും പോവാറുണ്ട്. അപ്പൊ ഇന്ന് പോവാൻ വേണ്ടി ഇറങ്ങാണ്. അതിന് മുമ്പ് ഞാൻ പോയിട്ട് ഇറച്ചി മേടിച്ചിട്ട് വരാം. ചേട്ടൻ വരുമ്പോഴേക്ക് അന്നത്തെ നമ്മുടെ ബീഫ് കറി പാളിയിലോ ഉപ്പ് ഇന്ന് പാളാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റീവും ഗ്രേസൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കെ, വരണി മേടിക്കാം. ഓഗസ്റ്റിൽ മഴ പെയ്തു തുടങ്ങുമ്പോൾ എപ്പോഴും 2018 പ്രളയമാണ് മനസ്സിൽ ഓർമ്മ വരണത്. വെള്ളപ്പൊക്കം. എന്തായാലും ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും. പക്ഷേ മറ്റേ അനിലേട്ടൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വെള്ളമുണ്ട്. ഈങ്ങാപ്പുഴ ആ ഏരിയയിലൊക്കെ വെള്ളം കയറിയേക്കാണ്, വെള്ളം മുങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടാ. കുള്ളിക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. മാങ്ങ മേടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മീൻ കറി വെക്കാൻ വേണ്ടി. മീൻ കിട്ടുമ്പോൾ അത് ഞാൻ മേടിച്ചോളാം. മാങ്ങയിട്ട് മീൻ കറി വെക്കാന്ന് വിചാരിച്ചു. കുള്ളിക്കിഴങ്ങിട്ട് വയ്ക്കട്ടെ, അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ മതിയാ? ചേട്ടൻ പറയണല്ലേ, കാരണം നാളെ തുടങ്ങി നമ്മൾ പ്രോപ്പർ ഡയറ്റ് തുടങ്ങാം. എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ എന്നാൽ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രാവിലെ വെളുപ്പിന് എയർപോർട്ടിൽ പോയി കയറുന്നു കേട്ടോ. അപ്പോൾ സ്റ്റീവനും ഗ്രേസിനും രാത്രി തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. എയർപോർട്ടിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഇന്ന് വെളുപ്പിന് പോയി അബുദാബിക്ക് പോയി. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ സ്റ്റീവൻ ഗ്രേസ് ഇന്നലെ രാത്രി അവിടെ കിടത്തി ഉറക്കിയത്. അപ്പോൾ ഇന്നലെ അവർ ഉറങ്ങിയപ്പോൾ 1 മണി കഴിയുന്ന പറഞ്ഞ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ട് തിരിച്ച് അവരെടുത്തിട്ട് വന്ന് അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പം എന്തായാലും അവർ ഉറങ്ങട്ടെ. അമ്മയും ഇവിടെ നല്ല ഉറക്കത്തിലാണ്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കിടന്നു. തന്നെ ഞാനൊരു അരമണിക്കൂർ ഉറങ്ങി. പിന്നെ ചേട്ടൻ പോയി വരുമ്പോഴേക്കും ഞാനെല്ലാം സെറ്റാക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ പോയി വരും മകന്. അപ്പം ഞാൻ ഈ പച്ചപ്പയർ മേടിച്ചായിരുന്നു. നല്ല പയർ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പം ഇനി വേഗം ഒരു പയറുപ്പേരി ഉണ്ടാക്കണം. പിന്നെ രാവിലെ അമ്മയ്ക്ക് പൊടിയരിക്കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിക്കണം ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയ്ക്ക് ചില ദിവസങ്ങളിലല്ല മിക്ക ദിവസങ്ങളും വയറിനൊരു സുഖമില്ല. അപ്പോൾ പൊടിയരിക്കഞ്ഞിയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പൊടിയരിക്കഞ്ഞിക്കുള്ളത് ഞാൻ കുക്കറിലിട്ടു. പിന്നെ ചോറൊക്കെ വെച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാം സെറ്റായിട്ട് വേണം ഇനി നമ്മൾ ഇറച്ചി നുറുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേഗം പണികൾ തീർക്കാനുള്ള ധൃതിയിലാണ്. നല്ല മഴ ഇടയ്ക്ക് ഇങ്ങനെ വരും, ഇടയ്ക്ക് മഴ കുറയും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ കറണ്ട് പോയി വന്നോണ്ടിരിക്കുകയാണ്. നല്ല മഴയാന്ന് പറഞ്ഞില്ലേ. നേരത്തെ മഴ കുറഞ്ഞായിരുന്നു, ഇപ്പം വീണ്ടും മഴ തുടങ്ങി. കറണ്ട് ഇങ്ങനെ പോയി വന്നോണ്ടിരിക്കുന്ന കാരണം ഒന്നും മനസ്സിലാവണില്ലേ. ഗ്രേസിന് ഇഡ്ഡലി ഉണ്ടാക്കി തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അതിന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും പഞ്ചസാരയും വരാം. ഓക്കെ. അപ്പൊ സ്റ്റീവോട്ടനെ ഇൻട്രസ്റ്റ്. സ്റ്റീവും ഗ്രേസും കൂടി മഴയും കണ്ട് ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്കുക. ഇഡ്ഡലി പഞ്ചസാര. എന്തൊക്കെയാ? ഇത് കഴിയുമ്പോ നമ്മൾ പഠിക്കും. വീണ്ടും കളിക്കല്ല, വീണ്ടും പഠിക്കൂ. ആദ്യം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ നമ്മൾ 1 hour അല്ല, ഹാഫ് ആൻ അവർ ടി വി,
1/2 വെള്ളം. ഇല്ല കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കും, കുറച്ചു നേരം TV കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കും. ഓക്കെ, അത് നമ്മൾ ടൈം ടേബിൾ നോക്കിയിട്ട് പറയാം. അല്ലേ സ്റ്റീവേ? അല്ലേ? അയ്യോ തട്ടിക്കളയല്ലോ. ചാരില്ലേ? പോട്ടെ അമ്മ എടുത്ത് തരാം. അമ്മ തരാം പോട്ടെ. ആ ചാരില്ലെന്ന് വേറെ തരാം. അത് ഇറച്ചി നുറുക്കി മഞ്ഞപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലോണം കൂട്ടി തിരുമ്മിയിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. മഴ പെയ്തപ്പോ നല്ല സന്തോഷത്തിലാണ് രണ്ടുപേരും. ഞാനങ്ങനെ ഇപ്പം അധികം അവരെ പുറത്തിറക്കാറില്ല. എന്നാൽ റെയിൻകോട്ട് ഇട്ട് മുമ്പൊക്കെ എപ്പോഴും ഇറക്കാറുണ്ട്, ഇപ്പം ഞാൻ ഇറക്കാറില്ല. അപ്പോൾ കുറേ ദിവസം ശേഷം ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് അവർ. അപ്പോൾ അങ്ങനെ നമ്മള് ബീഫും കൊള്ളിക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ മിക്ക ആൾക്കാരും കൊപ്പ ബിരിയാണി എന്നൊക്കെയാണ് പറയുക. ഞങ്ങളിവിടെ ബീഫ് കറി ആ ഒരു കൊള്ളിയിട്ട് വെച്ചേക്കണ കൊള്ളിക്കിഴങ്ങിട്ട് വെച്ചേക്കണ ആ ഒരു അങ്ങനെ രീതിയിലാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഞാൻ സന്നയുടെ വന്നേക്കാവും എന്തായാലും വാഴയിലയിൽ പൊതിഞ്ഞ ഭക്ഷണം എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ വാഴയിലൊക്കെ ഒന്ന് വഴറ്റി ചൂടോടുകൂടി തന്നെ ചോറും പയറുപ്പേരിയും നാരങ്ങാച്ചാറും ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. പിന്നെ കറി സെപ്പറേറ്റ് വാഴയിലയിൽ പൊതിഞ്ഞ് അങ്ങനെ വെക്കുകയാണ്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി, ഇവിടെ ഒരു വാഴയുണ്ട് ബാക്കിൽ, വാഴ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ വേഗം പോയി വാഴയിലൊക്കെ വെട്ടി സെറ്റാക്കിയതാണ്. പിന്നെന്താണ്, ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ എടുക്കണില്ല കേട്ടോ, പിള്ളേർക്ക് ഞാൻ വാരി കൊടുക്കണം. അപ്പം അതിനു മുമ്പ് സണ്ണയാനുള്ളത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. വരുമ്പോഴേക്കും ആ ഒരു ഇലയുടെ മണത്തിൽ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതൊരു സർപ്രൈസാണ്, ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ സ്റ്റൈലാണ് കറി പൊതിയണത്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃപാസനത്തിലെത്തി. കൃപാസനത്തിൽ പുറത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ വന്ന് ഉള്ളിലേക്ക് കയറി, പള്ളിയുടെ ഉള്ളിൽ കയറി ഇവിടെ പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് കൃപാസനം പത്രം മേടിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം നല്ല മഴ നല്ല മഴയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എനിക്ക് സീനൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങാനായിട്ട് വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൃപാസനത്തേക്ക് കയറുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു മാതാവില്ല, മാതാവട്ടെ കാണണേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ മഴയത്ത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങാനായിട്ടൊരു മഴയൊന്ന് ചെറുതായിട്ട് കുറയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങാമെന്ന് വെച്ച് നിൽക്കണം. കാരണം കുടയൊന്നും ഇല്ല, ബൈക്കുമ്പോൾ വന്ന കാരണം. മഴ മാറിയിട്ടൊന്നും ഇല്ല, എന്നാലും മഴയത്ത് ഇറങ്ങാണ്. ഒടുക്കത്തെ മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. ഞാൻ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്, അവിടെയാണ് കൃപാസനം. മഴയായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു, കൃപാസനം പത്രമൊക്കെ മേടിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു വഴിയിലൊക്കെ. അപ്പൊ അങ്ങനെ വേർപ്പല്ല, വെള്ളം മഴ നനഞ്ഞ് ആകെ കുളിച്ചൂല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ട്രാഫിക് കൂടെ ഇന്ന് ഇവിടെ നിന്ന് ആലപ്പുഴ എത്തുന്നവരെ ഫുൾ ബ്ലോക്ക്. എന്തോരം നേരം പോയിട്ട് വന്നപ്പോ നേരം വൈകി. അവിടുന്ന് ഇങ്ങോട്ട് അതുപോലെ സ്റ്റീവ് അങ്ങോട്ട് പോകല, അങ്ങോട്ട് പോകാൻ രണ്ട് സൈഡിലേക്കും ഫുള്ള് ബ്ലോക്ക്. നല്ല മഴ. ഇവിടുന്ന് അവിടെ എത്തുന്നവരെ മഴ, അവിടെ തിരിച്ച് ഇവിടെ എത്തുന്നവരെ പയ്യെ വണ്ടി വന്നല്ലേ. പറ്റണ്ടേ? ആ കണ്ണാട് തരാം, ടൂ വീലറിനുള്ളിൽ നിന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ. താക്കോലുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ഭയങ്കര കളിയും ബഹളായിരുന്നു മഴയത്ത്. എന്നിട്ട് എന്തായി പോയിട്ട്? ആ അത് 5 ദിവസത്തേക്ക് മഴയാ പറഞ്ഞേക്കണേ. 5 ദിവസത്തേക്കാ? ആ എന്റെ കണ്ണട വേണ്ട, അവന് മാത്രം മതി. ഇത് ഫസ്റ്റ്. അത് ഇങ്ങനെ മഴ പെയ്യുമ്പോ ഒലിച്ചു പോവുമല്ലോ, ആ ഒരു ഫ്ലോ ആണ്. റിസപ്പ് മാത്രം ഒന്ന് അധികം കൊണ്ടുപോകണം കേട്ടോ. നിന്റെ കണ്ണട കണ്ട്. ഗ്രേസ് അമ്മമ്മ വിളിക്കുന്ന. ആ അപ്പൊ കാണിച്ചോ? ഓക്കെ നീ
അപ്പൊ ചെയ്തോ ശരിക്കും? ആ കൈക്കൊരു വളവുണ്ടെന്ന് മാത്രം. അപ്പൊ ഭക്ഷണം കഴിക്കുവാ. ഞാൻ പൊതിച്ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിരിക്കാ പാപ്പോ ഞാന് ഇലയില് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. കേട്ടാ ഞാൻ പറഞ്ഞത്? ഞാൻ ഇലയില് കെട്ടി വെച്ചിട്ടുണ്ടെന്ന്. ചോറും ബീഫും കൊള്ളി എല്ലാം ഒരുമിച്ച്. എനിക്ക് മാത്രമേ ആ എന്തേ 4:30 ഇപ്പൊ സമയം. 5 മണിയാ? 5 മണി. എന്നിട്ടൊന്ന് പൊട്ടലുണ്ടായിരുന്നില്ലേ? അതാണ് ഇവനീ ചേരിട്ട് സ്റ്റൂളിട്ട് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇത്ര നേരം. അപ്പനെ അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു വെച്ച്. എനിക്ക് മനസ്സിലായില്ല അവനതിന്റെ ഉദ്ദേശം. അത് വെറുതെ പറഞ്ഞതപ്പാ. ആ കൊച്ചിൻ തരാം കേട്ടാ. പയറായിരുന്നോ? എവിടെ കറി? കറി വേറെ ആണല്ലേ? കറി വേറെയാണ്. കറി ഇതിനുള്ളിലേക്ക് ആയിരുന്നില്ല അപ്പൊ? ചൂടില്ലേടാ? കൊഴപ്പില്ല മേടു. ചൂടാക്കി കൊറേ കിഴങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. ഉരുളക്കിഴങ്ങല്ല, മരക്കിഴങ്ങാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടായി. മരക്കിഴങ്ങ് ഇഷ്ടായ? ഇറച്ചി കഷ്ടം തരങ്ക്. ഇറച്ചിക്ക് തിന്നു മോളെ. അവള് കഴിച്ചതാ. ഞാൻ കൊടുക്ക്. എനിക്ക് വേണ്ട. ചൂടില്ല കേട്ടോ. ചൂടാക്കട്ടോ. ചൂടാക്കിയുള്ളൂ. കൊച്ചു ചോറാണ്. ചോറൊക്കെ ഫ്ലാറ്റ് ആയിരിക്കുന്നു. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നു. ഹോട്ടൽ ടേസ്റ്റ്. ഹോട്ടൽ ടേസ്റ്റ് കടയിലൊക്കെ കിട്ടുമ്പോഴേ ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോട്ടൽ ടേസ്റ്റാ. ടേസ്റ്റ് വരില്ലേ? അപ്പൊ അങ്ങനെ നിങ്ങളിതേ കുർബാനയ്ക്ക് വേണ്ടി പോകാൻ ഇറങ്ങി പറക്കാണ്. മമ്മിയുണ്ട്. അപ്പൊ മമ്മി ഒന്ന് പള്ളിയിൽ പോയിണ്ടായിരുന്നില്ലേ? മമ്മി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ റൂട്ടിൽ നിൽക്കാനുണ്ട്. അത്ര ഫാസ്റ്റ് ഇതില്ല. പക്ഷെ ചേട്ടനകത്ത് വേണാണ് മൊത്തം. നല്ല കാറ്റാണ്ടാ. നല്ല സൂപ്പർ കാറ്റാണ് പുറത്ത്. അമ്മ പാവം കാറ്റടിച്ച് നിക്ക. ഒയ്യോ പറക്കണ്. കോട പറക്കണ്. അമ്മ അങ്ങോട്ട് പോകണ്ടോ? അമ്മ അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചിട്ടാ. അമ്മാമേ, അമ്മാമ നനഞ്ഞാ? വെള്ളക്കാറ്റും മഴ. അങ്ങനെ പള്ളിയിലെത്തി. ഇവിടെയും മഴ തന്നെ. ഞങ്ങള് കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി. വന്ന് കേറിയുള്ളൂ. നല്ല മഴയാണ്. ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഏരിയയിലൊക്കെ കറണ്ട് പോയേക്കാം. ഇന്നത്തെ ദിവസം എന്താവും അറിയില്ല. കറണ്ട് വന്നില്ലെങ്കിൽ വരുമോ? പോയി വന്നോണ്ടിരിക്കുന്നു. കാറ്റും മഴ കറണ്ടൊക്കെ പോവില്ലേ? ശരി, കറണ്ട് പോകുന്ന ഒരു വിഷമം.